Today we are discussing chi-square test. Chi-square test is a non-parametric test. What do you mean by non-parametric test? Non-parametric tests are those tests which are not based on any assumptions about population mean or population. That is, it is a free type of distribution. When we have no idea about the distribution and the population, we use non-parametric test. Non-parametric test, the chi-square is one of the most important non-parametric tests. It was developed by Carl Pearson. Carl Pearson introduced ചെയ്തിട്ടുള്ള non-parametric test ആണ് chi-square test. chi-square test നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുമ്പ് പഠിച്ച സെഡ് ടെസ്റ്റും ടി ടെസ്റ്റും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൽ പോപ്പുലേഷൻ മീനിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അതേപോലെ തന്നെ അതൊക്കെ എന്ത് ടെസ്റ്റാണ്? പാരാമെട്രിക് ടെസ്റ്റാണ്. പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോപ്പുലേഷൻ മീനും നമ്മൾ എടുത്തിരിക്കുന്ന സാമ്പിൾ മീനും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് സ്റ്റഡി ചെയ്യലാണ് പാരാമെട്രിക് ടെസ്റ്റിൽ ചെയ്യുക. ഇനി ഇവിടെ chi-square ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള സാമ്പിളിൻ്റെ ഫ്രീക്വൻസി, അതായത് നമ്മുടെ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി, അതും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രോബബിലിറ്റി ഇങ്ങനെ ആവാം എന്ന് വിചാരിച്ച് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന നമ്മുടെ കയ്യിലുള്ള ഫ്രീക്വൻസിയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് മെഷർ ചെയ്യാനാണ് chi-square ടെസ്റ്റ് യൂസ് ചെയ്യുക. chi-square ടെസ്റ്റ് ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതാണ് കൈ എന്നുള്ള ചിഹ്നം, chi-square ടെസ്റ്റ്. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെഡ് ടെസ്റ്റും ടി ടെസ്റ്റും ഒക്കെ ചെയ്ത സമയത്ത് പറഞ്ഞു പോപ്പുലേഷനിൽ നിന്നും എടുത്ത ഒരു സാമ്പിളായിരിക്കും നമ്മുടെ കയ്യിലുള്ള. അതും ആ എടുത്തിരിക്കുന്ന സാമ്പിളും പോപ്പുലേഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ സ്റ്റഡി ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ എടുക്കുന്ന സാമ്പിൾ ഇൻഡിപെൻഡൻ്റ് ആണ്. നമ്മുടെ പോപ്പുലേഷൻ എങ്ങനെയുള്ളതോ ആയിക്കോട്ടെ, നമുക്ക് അവിടുന്ന് സാമ്പിൾ എടുക്കാം chi-square ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതേപോലെ സാമ്പിൾ സെലക്ട് ചെയ്യാൻ ഒരു മെത്തേഡ്സും വേണ്ട, നമുക്ക് റാൻഡംലി സെലക്ട് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള സാമ്പിൾസ് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് നോക്കാം chi-square ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള ഇക്വേഷൻ. chi-square ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള ഇക്വേഷൻ സിഗ്മ O മൈനസ് ഇ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ. ഇവിടെ നമ്മൾ പറഞ്ഞു chi-square ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇവിടെ O ഡിനോട്ട് ചെയ്യുന്നത് ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയാണ്, ഇ ഡിനോട്ട് ചെയ്യുന്നത് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയാണ്. അപ്പോൾ chi-square ഇസ് ഈക്വൽ ടു സിഗ്മ O മൈനസ് ഇ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ കണ്ടിജൻസി ടേബിളാണ്. ഈ കണ്ടിജൻസി ടേബിളിൻ്റെ ബേസിലാണ് നമ്മൾ chi-square ടെസ്റ്റ് ചെയ്യുക. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് നേരിട്ട് കണ്ടിജൻസി ടേബിൾ തരും, ചിലപ്പോൾ നമ്മളത് കണ്ടുപിടിക്കേണ്ടി വരും. ഈ കണ്ടിജൻസി ടേബിളിൻ്റെ റോയുടെ എണ്ണവും കോളത്തിൻ്റെ എണ്ണവും അനുസരിച്ചിട്ടാണ് നമ്മൾ chi-square ടെസ്റ്റിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം തീരുമാനിക്കുന്നത്. ചിലപ്പോൾ 2 റോയും 2 കോളം ആവാം, ചിലപ്പോൾ 3 റോയും 2 കോളം ആവാം. അങ്ങനെ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് കണ്ടിജൻസി ടേബിളിൽ വ്യത്യാസം വരും. ഈ കണ്ടിജൻസി ടേബിളിൻ്റെ ബേസിൽ മാത്രമേ നമുക്ക് chi-square ടെസ്റ്റ് ഈ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യനിൽ തന്നിരിക്കുക ഏതായിരിക്കും? ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ആയിരിക്കും തന്നിരിക്കുക. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ഈ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കണ്ടിജൻസി ടേബിൾ ആവശ്യമാണ്. ഇത് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്തുകൊണ്ട് ഡിസ്കസ് ചെയ്യും. ടെസ്റ്റിൽ 3 ടൈപ്പ് പ്രോബ്ലം ഉണ്ടാവും. അതിൽ ഫസ്റ്റ് വണ്ണാണ് ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ്. ഇതാണ് മോസ്റ്റ് കോമൺലി എക്സാംസിന് ചോദിക്കുന്ന മെത്തേഡ്. ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ 2 ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. ആ 2 ആട്രിബ്യൂട്ട്സും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ ഇല്ലയോ, അങ്ങനെ 2 ആട്രിബ്യൂട്ട്സിന് റിലേറ്റഡ് ചെയ്തിട്ട് റിലേഷൻഷിപ്പ്, അതേപോലെ അത് തമ്മിൽ എന്തെങ്കിലും അസോസിയേഷൻ, അതൊക്കെ സ്റ്റഡി ചെയ്യാനാണ് ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ അത് ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ കേസിൽ വരുന്ന ക്വസ്റ്റ്യനാണ്. ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ കേസിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് R-1 ഇൻറ്റു C-1 ആയിരിക്കും. R എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റോ. C പറഞ്ഞാൽ എന്തായിരിക്കും? കോളം. ഈ ആറും സിയും നമ്മൾ എവിടെ നിന്നാണ് എടുക്കുക? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കണ്ടിജൻസി ടേബിളിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാ നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ആൻ എക്സ്പെരിമെൻറ്റ് ദ ഫോളോയിങ് റിസൾട്ട്സ് വെർ ഫൗണ്ട്. അതായത് ഒരു എക്സ്പെരിമെൻ്റ് നടത്തിയിട്ടുള്ള റിസൾട്ടാണ്. ഇവിടെ എഫക്റ്റഡ്, നോട്ട് എഫക്റ്റഡ്, ഗിവൺ, നോട്ട് ഗിവൺ എന്ന് പറഞ്ഞിട്ട് 2 റോയും 2 കോളവും തന്നിട്ടുണ്ട്. എന്താ ചോദിച്ചത്? ടെസ്റ്റ് ദ വാക്സിൻ ഈസ് ഇഫക്റ്റീവ്. ഏതോ ഒരു വാക്സിൻ കൊടുത്തിട്ടുണ്ട്. ആ വാക്സിൻ
ഇഫക്റ്റീവ് ആണോ അല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഈ എഫക്റ്റഡ് നോട്ട് എഫക്റ്റഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏതോ ഒരു ഡിസീസ് എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഗിവൺ നോട്ട് ഗിവൺ, ഇതെന്താണ്? വാക്സിൻ കൊടുത്തതും കൊടുക്കാത്തതും. ഇവിടെ നോക്കൂ, വാക്സിൻ ഗിവൺ, വാക്സിൻ കൊടുത്തിട്ടും അസുഖം ബാധിച്ച എത്ര പേരുണ്ട്? 12 പേരുണ്ട്. വാക്സിൻ കൊടുത്തിട്ട് അസുഖം ബാധിക്കാത്ത എത്ര പേരുണ്ട്? 26 പേരുണ്ട്. ഇനി വാക്സിൻ കൊടുക്കാതെ അസുഖം ബാധിച്ച എത്ര പേരുണ്ട്? 16 പേരുണ്ട്. വാക്സിൻ കൊടുക്കാതെ അസുഖം ബാധിക്കാത്ത എത്ര പേരുണ്ട്? 14 പേരുണ്ട്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ. ഈ ഡാറ്റ വെച്ചിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഈ വാക്സിൻ ഇഫക്റ്റീവ് ആണോ അല്ലയോ എന്ന്. അപ്പോൾ നമുക്കറിയാം, ഒരു ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യലുണ്ട്. ആ സ്റ്റെപ്സ് വെച്ചിട്ട് തന്നെ വേണം chi-square ടെസ്റ്റിൻ്റെയും പ്രോബ്ലം സോൾവ് ചെയ്യാൻ. ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്സിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സെറ്റിംഗ് അപ്പ് ഓഫ് ഹൈപ്പോത്തിസിസ് ആണല്ലേ. എന്തൊക്കെ ഹൈപ്പോത്തിസിസ് ഉണ്ട്? H0 ഉണ്ട്, H1 ഉണ്ട്. H0 എപ്പോഴും നമ്മൾ നോട്ട് വെച്ചിട്ടാണ് പറയുക. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വാക്സിൻ ഇഫക്റ്റീവ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ H0 എന്തായിരിക്കും? നോട്ട് ഇഫക്റ്റീവ് എന്നായിരിക്കും. അടുത്തത് H1 എന്തായിരിക്കും? H0ൻ്റെ ഓപ്പോസിറ്റ്. ഇവിടെ നോട്ട് ഇഫക്റ്റീവ് ആണെങ്കിൽ ഇവിടെ വാക്സിൻ ഇഫക്റ്റീവ് ആണ്. അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും എത്രയായിരിക്കും? 5% ആയിരിക്കും. അടുത്തത് മൂന്നാമത്തെ സ്റ്റെപ്പ് ടെസ്റ്റ് ക്രൈറ്റീരിയ അല്ലേ. ടെസ്റ്റ് ക്രൈറ്റീരിയ ഇവിടെ ഏതാ? chi-square ടെസ്റ്റ്. ഇനി നാലാമത്തെ സ്റ്റെപ്പ് കാൽക്കുലേറ്റഡ് വാല്യൂ കണ്ടുപിടിക്കുക. നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ chi-square ടെസ്റ്റ് ആണ് ചെയ്യാനുള്ളത്. chi-square ടെസ്റ്റിൻ്റെ ഇക്വേഷൻ എന്താ? സിഗ്മ O മൈനസ് E ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ E അല്ലേ. O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സർവ്ഡ്, E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്റ്റഡ്. ഇവിടെ നോക്കുക, ഒബ്സർവ്ഡ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയെ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള അതേ ടേബിളിന് വീണ്ടും എടുത്തെഴുതാം. ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ട് വീണ്ടും ക്വസ്റ്റ്യനിലുള്ള അതേ ചോദ്യത്തിന് അതേപോലെ ടേബിളിനെ അതേപോലെ എടുത്തെഴുതുക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ 2 ടോട്ടലിൻ്റെ കോളം ആഡ് ചെയ്യണം. അതായത് റോ ടോട്ടൽ ചെയ്യുക, അതേപോലെ തന്നെ കോളം ടോട്ടൽ ചെയ്യുക. ഇവിടെ റോ ടോട്ടൽ ചെയ്യുമ്പോൾ 12 + 26 38, 16 + 14 30, 12 + 16 28, 26 + 14 40. എന്നിട്ട് ഈ റോയും കോളത്തിനെയും ടോട്ടൽ ചെയ്യുക. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. 38 + 30 68, 28 + 40 68. ഇതാണ് നമ്മുടെ എന്ത്? ഒബ്സർവ്ഡ് ഫ്രീക്വൻസി, അതായത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫ്രീക്വൻസി. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കണം? എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇത് 4 നമ്മുടെ കയ്യിലുള്ള വാല്യൂസ്. ഈ 4 വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തുണ്ടാവും? ഓരോ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഈ 12 എന്ന് പറയുന്നത് ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയാണ്. ഈ 12ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ നമ്മൾ 12ൻ്റെ റോ ടോട്ടലും 12ൻ്റെ കോളം ടോട്ടലും ഇൻറ്റു ചെയ്തിട്ട് ഗ്രാൻഡ് ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 12ൻ്റെ റോ ടോട്ടൽ ഇൻറ്റു കോളം ടോട്ടൽ ഡിവൈഡഡ് ബൈ ഗ്രാൻഡ് ടോട്ടൽ. അപ്പോൾ എന്തായിരിക്കും? 38 ഇൻറ്റു 28 ഡിവൈഡഡ് ബൈ 68 അല്ലേ. 38 ഇൻറ്റു 28 ഡിവൈഡഡ് ബൈ 68 നമുക്ക് 15.65 എന്ന് ആൻസർ കിട്ടും. 15.65. അടുത്തത് 26ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പെക്റ്റഡ് വാല്യൂ കാണും. ഇവിടെ നമുക്ക് ടോട്ടൽ ആദ്യം തന്നെ എഴുതിയിടാം. 38 30 28 40 68. ഇനി ഇവിടെ ആകുമ്പോൾ എന്തായിരിക്കും വരിക? ഇവിടെ എത്രയാണ് ടോട്ടൽ? 38, ഇവിടെ 40 ഡിവൈഡഡ് ബൈ 68. 38 ഇൻറ്റു 40 ഡിവൈഡഡ് ബൈ 68. ആൻസർ 22.35 എന്ന് കിട്ടും. അടുത്തത് 30 ആണ് റോ ടോട്ടൽ, 28 കോളം ടോട്ടൽ ഡിവൈഡ് ബൈ 68. 30 ഇൻറ്റു 28 ഡിവൈഡഡ് ബൈ 68. ആൻസർ 12.35. അടുത്തത്
30 into 40 divided by 68. Answer 17.65. ഇപ്പം നമുക്ക് ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയിലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കിട്ടി. കാൽക്കുലേറ്റഡ് വാല്യൂ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യാനുള്ളത് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും, അത് നേരിട്ട് എഴുതുക. ഈ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി റോ ടോട്ടൽ ഇൻറ്റു കോളം ടോട്ടൽ ഡിവൈഡഡ് ബൈ ഗ്രാൻഡ് ടോട്ടൽ എന്നിട്ടുള്ള ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്ത് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് കൈ സ്ക്വയർ ടേബിൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു ഇക്വേഷൻ എന്താ, O മൈനസ് ഇ സിഗ്മ O മൈനസ് ഇ ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ ആണ്. അതായത് നമുക്കിനി എന്ത് കണ്ടുപിടിക്കണം, ഇവിടെ ആൻസർ കണ്ടുപിടിക്കണം. അപ്പോൾ ഒബ്സർവ്ഡിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങോട്ട് വീണ്ടും ഒന്ന് എടുത്തെഴുതാം. 12, 26, 16, 40. ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. 15.65, 22.35, 12.35, 17.65. ഇത്രയാണ് നമ്മുടെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് അടുത്ത കോളത്തിൽ O മൈനസ് ഇ ഹോൾ സ്ക്വയർ, അതായത് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി മൈനസ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ എടുക്കുക. ഇവിടെ ആകുമ്പോൾ 12 മൈനസ് 15.65, അതായത് 3.65. 3.65ൻ്റെ സ്ക്വയർ എടുക്കുക. അപ്പോൾ നമുക്ക് 13.32 എന്ന് കിട്ടും. അങ്ങനെ എല്ലാ വാല്യൂസും ഒബ്സർവ്ഡിൽ നിന്ന് എക്സ്പെക്റ്റഡ് മൈനസ് ചെയ്തിട്ട് സ്ക്വയർ എടുക്കുക. എക്സ്പെക്റ്റഡ് O മൈനസ് ഇ സ്ക്വയർ കണ്ടു കഴിഞ്ഞാൽ അടുത്തത് ഈ കിട്ടിയ ആൻസറിനെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുക. അതായത് 13.32 ഡിവൈഡഡ് ബൈ 15.65, അതേപോലെ 13.32 ഡിവൈഡഡ് ബൈ 22.35, അങ്ങനെ ചെയ്യുക. അതാണ് അടുത്ത കോളം, O മൈനസ് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എല്ലാം കൂടി ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആൻസർ കിട്ടും. ഇവിടെ കിട്ടിയിരിക്കുന്നത് 3.27. ഇതായിരിക്കും നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. ഒബ്സർവ്ഡ് ഫ്രീക്വൻസി കാണാം, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണാം. ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയിൽ നിന്ന് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി മൈനസ് ചെയ്ത് അതിൻ്റെ സ്ക്വയർ കാണുക. ആ കിട്ടിയ ഉത്തരത്തിനെ വീണ്ടും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ കോളത്തിൻ്റെ ടോട്ടൽ ആയിരിക്കും കാൽക്കുലേറ്റഡ് വാല്യൂ. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റഡ് വാല്യൂ കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ടേബിൾ വാല്യൂ കണ്ടുപിടിക്കണം. ടേബിൾ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് എന്തൊക്കെ വേണം, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും ഡിഗ്രി ഓഫ് ഫ്രീഡവും വേണം. ഇത് ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റിൻ്റെ കേസ് ആയതുകൊണ്ട് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് C-1 ഇൻറ്റു R-1 ആവും. സി എന്ന് പറഞ്ഞാൽ കോളം, ആർ എന്ന് പറഞ്ഞാൽ റോ. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 2 റോയും 2 കോളവുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 2-1 ഇൻറ്റു 2-1, അപ്പോൾ 1 ഇൻറ്റു 1, ഡിഗ്രി ഓഫ് ഫ്രീഡം 1 എന്ന് കിട്ടി. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5 ആണെന്ന് നമുക്കറിയാം. ഇനി നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിലെ കൈ സ്ക്വയർ ടേബിളിൻ്റെ വാല്യൂസ് ഉള്ള ടേബിൾ എടുക്കുക. ഇവിടെ ഹൊറിസോണ്ടലായിട്ട് ഉള്ളത് നമ്മുടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും വെർട്ടിക്കലായിട്ടുള്ളത് ഡിഗ്രി ഓഫ് ഫ്രീഡമാണ്. അപ്പോൾ ഹൊറിസോണ്ടലായിട്ടുള്ളതിൽ നമ്മുടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആയ 5%. 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.05. ഈ ഹൊറിസോണ്ടലിൽ 0.05 എടുക്കുക. വെർട്ടിക്കലിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 1 ആണ്, 1 എടുക്കുക. രണ്ടിൻ്റെയും ഇൻ്റർസെക്ഷൻ പോയിന്റിൽ നമുക്ക് വാല്യൂ നോക്കാം. 0.05, 1ൽ 3.84 എന്ന് ടേബിൾ വാല്യൂ കിട്ടും. ഇനി അടുത്തത് എന്താ, മേക്കിംഗ് ഇൻഫറൻസ് ആണ്. കാൽക്കുലേറ്റഡ് വാല്യൂ 3.27ഉം ടേബിൾ വാല്യൂ 3.84 ആണ് കിട്ടിയത്. അതായത് കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ലെസ് ദാൻ ടേബിൾ വാല്യൂ ആണ്. കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ലെസ് ദാൻ ടേബിൾ വാല്യൂ ആണ്. അപ്പോൾ എന്താണ് ആക്സെപ്റ്റ് ചെയ്യേണ്ടത്, H0 ആക്സെപ്റ്റ് ചെയ്യണം, H1 റിജക്റ്റ് ചെയ്യണം. H0 എന്തായിരുന്നു, വാക്സിൻ ഇസ് നോട്ട് ഇഫക്റ്റീവ്. അപ്പോൾ ഈ നമ്മൾ ചെയ്ത ഈ ടെസ്റ്റിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് കിട്ടി വാക്സിൻ ഇസ് നോട്ട് ഇഫക്റ്റീവ്. ഇങ്ങനെയാണ് കൈ സ്ക്വയർ ടേബിളിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്.